വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മീഷോയിൽ നിന്ന് രണ്ട് ടോപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ അതിലൊരു ടോപ്പ് ഒരു പ്രാവശ്യം വെയർ ചെയ്തിട്ടും വാഷ് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരെണ്ണം ഞാൻ അൺബോക്സിങ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വേഗം തന്നെ പോകാം. സംസാരിച്ചതിൻ്റെ ടൈം കാണുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ശരണ്യ എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ ശരണ്യ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കയറി നോക്കി വെക്കുക. ജസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വേഗം തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു പിക്ചറിലാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം എത്രത്തോളം നല്ല എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് എന്നുള്ള കാര്യം നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുക്കാൻ പോകുന്നത് ബോട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് കേട്ടോ. ഇതിൻ്റെ പാൻറ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അര വരുന്നത് എലാസ്റ്റിക്കും കോട്ടൺ ആണ് കേട്ടോ വരുന്നത്. പക്ക കോട്ടൺ ആണ് വരുന്നത്. ഇതുപോലത്തെ ഒരു ചെറിയ ഫ്ലവർ ആയിട്ടുണ്ട് നമുക്ക് പ്രിൻറ്റ് വരുന്നുണ്ട്. നോർമൽ പാൻറ്റാണ് കേട്ടോ നമുക്കിത്. ഇത് വരുന്നത് ഇതിൻ്റെ ടോപ്പാണ് വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ടോപ്പ് എന്ന് പറയുമ്പോൾ. എനിക്ക് എന്താ പറയുക, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ സ്മോൾ സൈസ് തൊട്ടിട്ട് XXL വരെ സൈസ് നമുക്ക് മീഷോയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഭയങ്കര ഹൈലൈറ്റ് ആണ്. 441 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തത് മീഷോയിൽ നിന്ന്. ഇത് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ. കോട്ടണിൽ നമുക്ക് ഇതുപോലത്തെ ഇതൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് ഇളകി പോവാത്ത തരത്തിലുള്ളൊരു പ്രിൻ്റാണ്. ഈ ടോപ്പിൻ്റെ ഫ്രണ്ട് വൈസ് വരുമ്പോൾ നമുക്ക് സൈഡിൽ ഒരു വൈറ്റ് ലൈസ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ലൈസ് പോലെ വന്നിട്ട് ഒരു പ്രിൻറ്റഡ് ആണ് പിന്നെ വരുന്നത്. ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ പ്രിൻറ്റഡ് ആണ് കേട്ടോ. പിന്നെ ഇത് സൈഡിൽ ഇതുപോലത്തെ ഒരു വള്ളി പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും അതേപോലെ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കിങ്ങനെ വലിച്ചിട്ട് വേണമെങ്കിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു മോഡലാണ് നമുക്കിത് വരുന്നത്. രണ്ട് സൈഡും ഇതേപോലെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ടോപ്പ് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഫോട്ടോയിൽ ഒരു പ്രാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു ടോപ്പാണ് ഇത് കേട്ടോ. ഇതിൽ നമുക്ക് ടോപ്പ് മാത്രമാണ് വരുന്നത്. മറ്റിൽ നമുക്ക് കോട്ടൺ കുർത്തിയും കൂടി വരുന്നുണ്ട്. ഇതിൽ നമുക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ഇതിൻ്റെ റേറ്റാണ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ്. 271 രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് കേട്ടോ. മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. സ്മോൾ സൈസ് തൊട്ട് XXL സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ക്രേപ്പ് മെറ്റീരിയലാണ് നമുക്ക്. പക്ഷേ ക്രേപ്പ് മെറ്റീരിയൽ ആയാലും നമുക്കൊരു ക്രേപ്പ് മെറ്റീരിയലിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നമുക്ക് കാറ്റ് കൊണ്ട് നന്നായി പാറി എടുക്കും. പക്ഷേ ഇത് ഒട്ടും കട്ടില്ലാത്ത പോലെ നമുക്ക് തോന്നാറുണ്ടല്ലോ. പക്ഷേ ഇത് അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളൊരു ടോപ്പാണിത് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഇത് വരുന്നത് ക്രേപ്പ് മെറ്റീരിയൽ ആയാലും നമുക്ക് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. നമുക്കിവിടെ കുറച്ച് ഉള്ളിൽ കുറച്ച് ലൈനിങ് പോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് ഉള്ളിലത്തെ മെറ്റീരിയൽ നോക്കി നോക്കാം. അത് ഈ ഒരു ഭാഗം, അതായത് നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഭാഗം നമുക്ക് പോർഷൻ വരെ നമുക്ക് കോട്ടൻ്റെ പോലത്തെ ഒരു കോട്ടൺ ലൈനിങ് ആണ് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ ഈ ഒരു ഭാഗം നമുക്ക് എലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. നമുക്ക് എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമായിട്ടാണ്. പിന്നെ നമുക്ക് കൈ അതൊരു നോർമലായിട്ടുള്ളൊരു സ്ലീവാണ്. പിന്നെ നമ്മൾ കൈൻ്റെ ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ ഇങ്ങനെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ചെറിയൊരു കുഞ്ഞൊരു അലസ്റ്റിക് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമായി തോന്നി. പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ പറയുകയാണെങ്കിൽ ഇതൊരു കിടിലം പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മേടിച്ചോളൂ. 271 രൂപയ്ക്ക് തികച്ചും അഫോർഡബിൾ ആയിട്ടും നല്ലൊരു അടിപൊളി ഒരു മോഡേൺ ആയിട്ടുള്ള ടോപ്പായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതുപോലെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ. നോക്കി ഇതുപോലെ ഒരു എലാസ്റ്റിക്കാണ് ബാക്കിൽ വരുന്ന ഒരു എലാസ്റ്റിക്കാണ്. ബാക്കിൽ ഇതുപോലത്തെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിലും നമുക്ക് ഇതേ സെയിം സാധനം തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കത് ഇങ്ങനെ പറയാൻ
ഇത് ഇങ്ങനെ പറയുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെയർ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു ടോപ്പിനെ കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലും കാര്യങ്ങളാണ്. 271 രൂപയ്ക്ക് തികച്ചും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് നമുക്കിത് കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. പിന്നെ നമുക്ക് ഇതിട്ട് ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എനിക്കത് വായിച്ച് അറിയാലോ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് വായിക്കാമല്ലോ. നിങ്ങൾ എത്ര പേരിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, നിങ്ങൾ ഓരോ കമൻറ്റ്സ് നമുക്ക് കമൻറ്റ്സ് ഒക്കെ ഇടുമ്പോൾ അത് വായിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിൽ. ഇത്ര പേരിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. അപ്പോൾ നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് അടിപൊളി വീഡിയോ വരുന്നവരെ വൈസ് ലവ് യു ഓൾ.